ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് മോഡൽസ് ഓഫ് CSR ആണ്. എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ആദ്യം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദ ബിസിനസ് ഓഫ് ബിസിനസ് ഈസ് ബിസിനസ് എന്നുള്ളതാണ്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബിസിനസ് നടത്തുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ബിസിനസിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. സൊസൈറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റിക്കപ്പുറത്ത് അല്ലെങ്കിൽ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ബിസിനസിനെ മെഷർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും പ്രോഫിറ്റ് എന്നുള്ള എലമെന്റിലായിരുന്നു. പിന്നീട് ആ കാഴ്ചപ്പാടുകൾ മാറുകയും കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് പോലെയുള്ള കാഴ്ചപ്പാടുകൾ വന്നു. അതായത് ഒരു ബിസിനസ് അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് എടുക്കുന്നതും അവസാനം അത് സെല്ല് ചെയ്യുന്നതും സൊസൈറ്റിയിലേക്കാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് സമൂഹത്തോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ബിസിനസ്സിനും ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് സൊസൈറ്റിനോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളത് എന്നുള്ളതാണ്. കമ്പനീസ് ആക്ട് 2013 CSR എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സെക്ഷൻ ഓർത്ത് വെച്ചിരിക്കണം. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 135 CSRനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഏതൊക്കെ കമ്പനികളാണ് ഇങ്ങനെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യേണ്ടത്? ഗവൺമെന്റ് കമ്പനികൾ മാത്രം ഫോളോ ചെയ്താൽ മതിയോ, അതോ പ്രൈവറ്റ് കമ്പനി മാത്രം ഫോളോ ചെയ്താൽ മതിയോ? അപ്പൊ ഇതിൽ ഇത്രയാണ് പറയുന്നത്: എല്ലാ ഗവൺമെന്റ് കമ്പനിയും എല്ലാ പ്രൈവറ്റ് കമ്പനിയും എല്ലാ അതിന്റെ സബ്സിഡിയറിയോ ഹോൾഡിംഗ് കമ്പനിയോ ഫോറിൻ കമ്പനി എല്ലാം ഫോളോ ചെയ്യേണ്ട ഒന്നാണ് CSR എന്ന് പറയുന്നത്. അതിന് 3 ക്രൈറ്റീരിയകളാണുള്ളത്. ഈ ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും ഒരെണ്ണം മീറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ പ്രൈവറ്റ് കമ്പനിയോ സബ്സിഡിയറി കമ്പനിയോ എല്ലാ കമ്പനികളും CSR ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ഈ 3 ക്രൈറ്റീരിയകൾ? ഒന്നാമത് പറയുന്നത് കമ്പനിയുടെ നെറ്റ് വർത്ത് 500 കോടിയിലധികമാകുകയോ ഓരാണ്. ഇപ്പം ഏതെങ്കിലും ഒരെണ്ണം, 3ഉം സാറ്റിസ്ഫൈ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ CSR ഫോളോ ചെയ്യണം. ഇപ്പൊ കമ്പനികളുടെ നെറ്റ് വർത്ത് 500 കോടിയിലധികമാകുകയോ അവരുടെ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് 1000 കോടിയിൽ അധികമാകുകയോ 1000 കോടിയോ അതിലധികമോ, നെറ്റ് വർത്തും അതുപോലെ തന്നെയാണ്, 500 കോടിയോ അതിലധികമോ, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 5 കോടിയിലധികമോ ആവുകയാണെങ്കിൽ അവരുടെ തൊട്ടു മുമ്പിലെ 3 ഫിനാൻഷ്യൽ ഇയറിന്റെ പ്രോഫിറ്റിന്റെ ആവറേജ് പ്രോഫിറ്റിന്റെ 2% ഇത് ഓർത്തിരിക്കണം, CSR ആക്ടിവിറ്റീസിന് വേണ്ടി ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഇത്രേ പറയുന്നുള്ളൂ. ഏതെങ്കിലും ഒരു കമ്പനി, പ്രൈവറ്റോ പബ്ലിക്കോ ഗവൺമെന്റോ ഇനി അതിന്റെ സബ്സിഡിയറിയോ ഒക്കെ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ നെറ്റ് വർത്ത് 500 കോടിയിലധികമാകുകയോ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് 1000 കോടിയിലധികമാകുകയോ നെറ്റ് പ്രോഫിറ്റ് 5 കോടിയിലധികമോ ആവുകയാണെങ്കിൽ അതിന് തൊട്ടു മുമ്പിലുള്ള 3 വർഷത്തെ പ്രോഫിറ്റിന്റെ ആവറേജിന്റെ 2% CSR ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കമ്പനികൾ ഒരു CSR കമ്മിറ്റിയും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന്, അതിൽ ഓർത്തിരിക്കുന്ന 2 പോയിന്റ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള കോൺട്രിബ്യൂഷൻ CSR ആയിട്ട് പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറമെ നടക്കുന്ന ആക്ടിവിറ്റീസും CSR ആക്ടിവിറ്റീസ് ആയിട്ട് പരിഗണിക്കുന്നതല്ല. CSRൽ ഏറ്റവും അധികം പറയാറുള്ള ഒരു ഏരിയ ആണ് ട്രിപ്പിൾ ബോട്ടം ലൈൻസ്. ഏതൊക്കെയാണ് ഈ 3 ബോട്ടംസ് എന്നുള്ളതാണ്. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്. അതായത് ഒരു ബിസിനസ്സിന് സൊസൈറ്റിയോട് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ കുറിച്ചും, അതാണ് പ്ലാനറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പോൾ ഒരു ബിസിനസ്സിന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെന്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഈ 3 ട്രിപ്പിൾ ബോട്ടം ലൈൻ. അപ്പോൾ പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഫിറ്റ്, എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഈ 3 നമ്മൾ ട്രിപ്പിൾ ബോട്ടം ലൈൻ ആയിട്ട് പറയുന്നത്. ഇനിയുള്ള ഏരിയ ആണ് CSR മോഡൽസ്. CSR മോഡൽസ് 2 കാരോസ് പിരമിഡ് CSR മോഡലും ഇന്റർസെക്റ്റിംഗ് സർക്കിൾ CSR മോഡലും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 2 ഡിസ്കസ് ചെയ്യുന്നത്. വേറെയും മോഡൽസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 മോഡൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കാരോ പിരമിഡ് CSR മോഡൽ ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്.
എന്താണ് കാരോൾസ് പിരമിഡ് CSR മോഡൽ എന്ന് പറയുന്നത്? ഇത് കാരോൾസ് 4 പാർട്ട് പിരമിഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. CSR ആക്ടിവിറ്റീസിനെ ഇമ്പോർട്ടൻസിന്റെ ബേസിൽ 4 സെക്ഷൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു പിരമിഡിന്റെ രൂപത്തിലാണ് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരുന്നത്. ഇതിൽ പറയുന്നത് ഒരു സൊസൈറ്റി ബിസിനസ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു സൊസൈറ്റി ബിസിനസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും 4 കാറ്റഗറികളായിട്ട് തിരിച്ചിരിക്കുകയാണ്. എക്കണോമിക്, ലീഗൽ, എത്തിക്കൽ, ഫിലാന്ത്രോഫി. ഇതാണ് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ. കാരോൾ പിരമിഡ് മോഡലിൽ പറയുന്ന 4 എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം ഒരു സൊസൈറ്റി ബിസിനസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് മറ്റൊരു പേരും കൂടി ഓർത്തിരിക്കണം. കാരോൾ 4 പാർട്ട് പിരമിഡ് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നടത്തുന്നത്. അതിൽ ഏറ്റവും ബോട്ടം ലെവലിൽ വരുന്നത് എക്കണോമിക് ആണ്. അതിനുശേഷം ലീഗൽ, എത്തിക്കൽ, ഫിലാന്ത്രോഫി. ഇതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. എക്കണോമിക്, ലീഗൽ, എത്തിക്കൽ ആൻഡ് ഫിലാന്ത്രോഫി. എന്താണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി? ഒരു ബിസിനസ്സിന് ഉള്ള എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിരിക്കുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. ഒരു കമ്പനീനെ സംബന്ധിച്ച് അതിന്റെ സർവൈവലിന് പ്രോഫിറ്റ് കൂടിയേ തീരുന്നുള്ളൂ. അവരുടെ എംപ്ലോയീസിന് ഒരു ബെറ്റർ സാലറി കൊടുക്കണമെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടേ ഇരിക്കുള്ളൂ. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ നിലനിൽപ്പിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ കോർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി ആണ്. പ്രോഫിറ്റബിൾ ആയിരിക്കുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കോസ്റ്റ് കുറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക, ഇൻകം മാക്സിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. ലാസ്റ്റ് വൺ പറയുന്നത് ഓണേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ ക്രെഡിറ്റേഴ്സിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ഓഫർ ചെയ്യുക. എന്താണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്? നമുക്കറിയാം, ലോൺ ഉണ്ടാവാം, ഡിബഞ്ചർ ഉണ്ടാവാം. അപ്പൊ ഇത് മൂലം, ഡെറ്റിന്റെ പ്രസൻസ് മൂലം ഉണ്ടാവുന്ന റിസ്കിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. ഇത് കറക്റ്റ് ആയിട്ട് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കറക്റ്റ് ആയിട്ട് പേ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഈ ഡെറ്റിന്റെ പ്രസൻസ് അതിന്റെ റീപേയ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്കിനെ, അങ്ങനെ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ലീഗൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതിൽ പറയുന്നത് ഏറ്റവും എളുപ്പത്തില് ലോ ഫോളോ ചെയ്യുക, ഒരു രാജ്യത്തെ നിയമം എന്താണോ അതനുസരിക്കുക എന്നുള്ളതാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിരിക്കുക, ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, എന്ത് പ്രൊഡക്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് സർവീസ് ആണ് ഓഫർ ചെയ്യുന്നത് അത് സേഫ് ആയിരിക്കണം എന്നുള്ളതാണ്. ഹെൽത്തിനോ, നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സിലൊക്കെ പറയുന്നത് പോലെ തന്നെ അവരുടെ ജീവനോ ജീവിതത്തിനോ ഹാനികരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും സെല് ചെയ്യാതിരിക്കുക. അപ്പൊ സേഫ് ആയിട്ടുള്ള, അവർക്ക് ഹെൽത്തിനോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, സർവീസുകൾ സെല് ചെയ്യുക. അതുപോലെ തന്നെ എംപ്ലോയീസിനെ, കസ്റ്റമേഴ്സിനെ സേഫ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോവുക. ജോലി സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എംപ്ലോയീസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ പറയുന്നത് എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് സേഫ്റ്റി റിക്വയർമെന്റ്സ്, ഇതെല്ലാം പാലിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഇതിൽ പറയുന്നത് ടാക്സ് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണ് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്, എന്താണ് ശരി തെറ്റെന്ന് മനസ്സിലാക്കുകയും അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയാം. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഈ നോർമലുള്ള എത്തിക്സിനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. അപ്പം എന്താണോ ന്യായം, നീതി അത് പ്രവർത്തിക്കുക, എന്താണോ ശരിയായിട്ടുള്ള കാര്യം അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു നിയമം പാലിക്കുന്നതും എത്തിക്കൽ ആയിരിക്കുന്നതും രണ്ടാണ്. നിയമം പാലിച്ചത് കൊണ്ട് എല്ലാ കേസുകളിലും എത്തിക്കൽ ആവണമെന്നില്ല, മോറൽ ആവണമെന്നില്ല. അപ്പം നിയമം ഫോളോ ചെയ്യുന്നതും എത്തിക്കൽ ആയിരിക്കുന്നതും രണ്ട് കാര്യമാണ്. അപ്പൊ എന്താണോ നിയമത്തിൽ പറയുന്നത് അത് ജസ്റ്റ് ഫുൾഫിൽ ചെയ്യാന്നുള്ളത് മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് ഏറ്റവും മോറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്
എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. ഇതിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിലാന്ത്രോഫിക് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് നമ്മൾ പറയാറുള്ള മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇത് ലീഗൽ റെസ്പോൺസിബിലിറ്റീന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീന്റെ അപ്പുറത്ത് ഒരു നല്ല കോർപ്പറേറ്റ് സിറ്റിസൺ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന് ബിസിനസ് സൊസൈറ്റിനോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതേ റെസ്പോൺസിബിലിറ്റികൾ തന്നെ ബിസിനസ്സിനുമുണ്ട്. ഒരു നല്ല കോർപ്പറേറ്റ് സിറ്റിസൺ ആയിരിക്കുക എന്നുള്ളതാണ് ഫിലാന്ത്രോഫിക് റെസ്പോൺസിബിലിറ്റിയിൽ പറയാം. കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സ് ഒക്കെ സ്പോൺസർ ചെയ്യാം. അതുപോലെ തന്നെ ചാരിറ്റബിൾ പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുക, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക, ഡൊണേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്ലോബൽ ഇഷ്യൂസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, റേസിസം, ജെൻഡർ ഇൻഇക്വാലിറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുക. ഇതെല്ലാം ഫിലാന്ത്രോഫിക് റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത മോഡലാണ് ഇന്റർസെക്റ്റിംഗ് സർക്കിൾ അല്ലെങ്കിൽ IC മോഡൽ എന്ന് പറയുന്നത്. ഇതിലെ പോയിന്റ്സ് നമ്മൾ ഇപ്പൊ പഠിച്ച പിരമിഡ് മോഡലിനേക്കാൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു മോഡലാണ് ഇന്റർസെക്റ്റിംഗ് സൈക്കിൾ മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ഈ 4 ഫാക്ടേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. CSRന്റെ ഓരോ ഡൊമൈനും തമ്മിൽ ഒരു ഇന്റർ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ പിരമിഡ് മോഡലിൽ ഇതൊരു ഹൈറാർക്കി അല്ലെങ്കിൽ ഇതിനൊരു ഓർഡർ ഉണ്ടെന്നാണ് പറയാം. എക്കണോമിക്, ലീഗൽ, എത്തിക്കൽ, ഫിലാന്ത്രോഫിക്. അപ്പൊ IC മോഡലിൽ പറയുന്നത് ഇത് 4ഉം ഇന്റർ റിലേറ്റഡ് ആണ്. എക്കണോമിക്കൽ, ലീഗൽ, എത്തിക്കൽ ആൻഡ് ഫിലാന്ത്രോഫിക് ഇത് 4ഉം ഇന്റർ റിലേറ്റഡ് ആണ്. പക്ഷെ ഇതുപോലെ ഒരു ഹൈറാർക്കി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് IC മോഡലിൽ പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.